ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കോടതി അവരെ റിമാൻഡ് ചെയ്തു. ഇനി തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. സംഭവം കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് തന്നെ അതിന്റെ ന്യായ അന്യായങ്ങളെക്കുറിച്ച് കോടതിക്ക് പുറത്ത് സംസാരിക്കുന്നത് ഉചിതമല്ല. എന്നാൽ നിയമപരമായ ഈ ഔചിത്യം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ബാധകമല്ല എന്നാണ് തോന്നുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ടത് കന്യാസ്ത്രീകളായതുകൊണ്ട് തന്നെ അവരെ നിരുപാധികം ഉടൻ വിട്ടയക്കണമെന്ന് കേരളത്തിലെ കോൺഗ്രസും CPM ഒരുപോലെ ആവശ്യപ്പെടുന്നുണ്ട്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് തന്നെ തെറ്റെന്നും ഇക്കൂട്ടർ വാദിക്കുന്നുണ്ട്. എന്നാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾ നിയമം ലംഘിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാന പ്രശ്നം. നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരായതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകളും നിയമ നടപടിയെ നേരിടണം. മറ്റു ചിലർ പറയുന്നത് തിരുവസ്ത്രം അണിഞ്ഞ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് സഭയെ അവഹേളിച്ചു എന്നാണ്. മതവികാരം ആളിപ്പടർത്താൻ അത് മതി എന്നത് നേരാണ്. എന്നാൽ വൈക്കത്തിനടുത്ത് പ്രഭാതഗിരി ഇടവകയിലെ വികാരിയായിരുന്ന ജോണച്ചനെ കുർബാന നടന്നുകൊണ്ടിരിക്കെ അൽത്താരയിൽ കയറി വിശ്വാസികൾ പൊതിരെ തല്ലിയത് ഓർമ്മയുണ്ടോ? എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു ബിഷപ്പും അദ്ദേഹത്തെ ഇതുവരെ സന്ദർശിച്ചിട്ടില്ല. വിശുദ്ധ കുർബാന ചൊല്ലുന്ന പാതിരിയെ അൽത്താരയിൽ തല്ലി താഴെയിടുന്നതിനേക്കാൾ വലിയ അവഹേളനമാണോ ക്രിമിനൽ നിയമലംഘനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? കുന്നുംകുളം സേക്രഡ് ഹാർട്ട് സ്കൂളിലെ കന്യാസ്ത്രീകളെ മുസ്ലിം ലീഗുകാർ അവഹേളിച്ചു. സ്കൂളിന്റെ ബാഡ്ജിൽ യേശുദേവന്റെ ചിഹ്നമുണ്ടായിരുന്നുവെന്ന് MSFകാർ കണ്ടെത്തി. യേശുദേവന്റെ രൂപം അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നായിരുന്നു അവരുടെ ആരോപണം. മുസ്ലിം സംഘടനകൾ ലീഗിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി കന്യാസ്ത്രീകളെ പരസ്യ വിചാരണ നടത്തി അവഹേളിച്ചു. ഒരൊറ്റ കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും അനങ്ങിയിട്ടില്ല. ഒരു ചാനലും ചർച്ച ചെയ്തിട്ടുമില്ല. ചർച്ച ചെയ്താൽ മതസൗഹാർദ്ദം തകരുമെന്നാണ് അന്ന് അവർ അതിനെതിരെ പറഞ്ഞ കാരണം. ഒരു ബിഷപ്പും അവിടം സന്ദർശിച്ചില്ല. സംഭവം നടന്നത് ഛത്തീസ്ഗഡിലാണെങ്കിലും കോൺഗ്രസ് ഊർജ്ജസ്വലമായിരിക്കുന്നത് ഇങ്ങ് കേരളത്തിലാണ്. ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന് 30-ലധികം MLAമാരുണ്ട്. അവർ അവിടെ മുഖ്യ പ്രതിപക്ഷവുമാണ്. അവരുടെ പ്രതിഷേധമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ പ്രതിഷേധത്തിന്റെ മത്സരമാണ് നടക്കുന്നത്. ഈ പ്രതിഷേധത്തിന് മതമേലധ്യക്ഷന്മാർ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ കന്യാസ്ത്രീകൾ നിയമം ലംഘിച്ച് എന്നതെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ നിയമം അനുശാസിക്കും വിധം ശിക്ഷിക്കപ്പെടില്ല എന്നതാണോ ഇവർ അർത്ഥമാക്കുന്നത്? പ്രഥമ ദൃഷ്ടിയിൽ അവർ സംശയാതീതമായി കുറ്റവിമുക്തരാണെങ്കിൽ തീർച്ചയായും അവർക്ക് ജാമ്യം ലഭിക്കുകയും അവർ ശിക്ഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യും. നിയമവാഴ്ച നിലനിൽക്കുന്ന രാജ്യത്ത് നിയമാനുസൃതം നീങ്ങുന്നതല്ലേ ശരി? കന്യാസ്ത്രീകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് 1968 ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമം അനുസരിച്ചാണ്. ആ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരുമാണ്. ഛത്തീസ്ഗഡ് സംസ്ഥാനം രൂപീകരിക്കുന്നതിന് ശേഷവും ആ നിയമം മാറ്റാതെ നിലനിർത്തുന്നുണ്ട്. BJP കൊണ്ടുവന്നതാണ് മതപരിവർത്തന വിശുദ്ധ നിയമമെന്നും ചിലർ വാദിക്കുന്നത് കേട്ടു. അതുകൊണ്ടാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. രാഷ്ട്രീയക്കാർ അങ്ങനെയൊക്കെ പറയുന്നത് സ്വാഭാവികം. അക്കാര്യം മതമേധാവികൾ ഏറ്റുപറയുന്നതാണ് അസ്വാഭാവികം. ഇത്രയുമായ സ്ഥിതിക്ക് എന്താണ് മതപരിവർത്തനം എന്ന് കൂടി പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. രണ്ട് കറകളഞ്ഞ സെക്യുലറിസ്റ്റുകൾ മതപരിവർത്തനത്തെ എങ്ങനെ കാണുന്നു എന്ന് നോക്കാം. ക്രൈസ്തവ മിഷനറിമാരുടെ മതപരിവർത്തന ശ്രമങ്ങളെ വിമർശിച്ചുകൊണ്ട് ഗാന്ധി എഴുതിയത് ഇങ്ങനെയാണ്: എനിക്ക് നിയമം നിർമ്മിക്കാൻ അധികാരമുണ്ടെങ്കിൽ എല്ലാ മതപരിവർത്തന ശ്രമങ്ങളെയും ഞാൻ തടയുമായിരുന്നു എന്നാണ്. മതപരിവർത്തനം ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെയും മാനവ സേവനത്തിന്റെയും ഭാഗമായിട്ടാണ് നടക്കുന്നതെന്ന് ക്രൈസ്തവ മിഷനറിമാർ വാദിച്ചിരുന്നു. അതിന് ഗാന്ധി ഇങ്ങനെ മറുപടി പറഞ്ഞു: മതപരിവർത്തനവും മാനവ സേവന പ്രവർത്തനവും പരസ്പര വിരുദ്ധമാണെന്ന്. മാനവ സേവനത്തിന്റെ ഒരു ഉദാഹരണം ഗാന്ധി ഇങ്ങനെ വിശദീകരിക്കുന്നുമുണ്ട്: ഈയിടെയാണ് പട്ടിണി ബാധിച്ച പ്രദേശത്ത് കീശയിൽ നിറയെ പണവുമായി ഒരു മിഷനറി കടന്നു ചെന്നു. പട്ടിണിക്കാർക്ക് പണം നൽകി അവരെ ക്രിസ്തു മതത്തിൽ ചേർത്തു. അവരുടെ ക്ഷേത്രം കൈയടക്കി നശിപ്പിച്ചു. തന്റെ മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊരുവനെ സന്ദർശിക്കുന്ന മിഷനറി സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്ന കച്ചവടക്കാരനെ പോലെയാണ്. ഇങ്ങനെ മതപരിവർത്തനം നടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഗാന്ധി നൽകിയ ഉത്തരം ഇങ്ങനെയാണ്: എന്റെ കുട്ടികൾ അവരുടെ പൂർവികരുടെ മതം കൈവിടുന്നത് കണ്ട് ഉദാസീനമായിരിക്കാനല്ല എന്ന് എന്റെ മതത്തോടുള്ള ബഹുമാനമെന്ന് അദ്ദേഹം പറയുന്നു. ഇതെല്ലാം ബ്രിട്ടീഷ് ഭരണകാലത്ത് നടന്ന കാര്യങ്ങളാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നത് 1600 ഡിസംബർ 31-നാണ്. ഒരു സംഘം കച്ചവടക്കാരാണ് അതിന് രൂപം നൽകിയത്. അന്ന് കച്ചവട താല്പര്യം മാത്രമായിരുന്നു ലക്ഷ്യം. ബ്രിട്ടീഷ് മിഷനറിമാർ 1793 വന്നു. ക്രിസ്തുമത പ്രചരണവും മതപരിവർത്തനവുമായിരുന്നു അവരുടെ ലക്ഷ്യം. ലോകത്തിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ഒരുമിച്ച് യോജിച്ച കാര്യം ഹിന്ദുമതവും ഭാരതത്തിലെ വേദഗ്രന്ഥങ്ങളും പ്രാകൃതമാക്കണമെന്നും അതുകൊണ്ട് ഈ പ്രാകൃതരെ പരിഷ്കൃതരാക്കണം എന്നുമാണ്. ഭാരതത്തെ കൊള്ളയടിച്ച് പണം സംഭരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷ് രാജകുടുംബം കച്ചവടക്കാർക്ക് നൽകിയിരുന്നത് പോലെ ഇന്ത്യക്കാരെ ക്രൈസ്തവരാക്കാനുള്ള അധികാരം
മിഷണറിമാർക്ക് ആംഗ്ലിക്കൻ കത്തോലിക്ക മതമേധാവിയും നൽകിയിരുന്നു. എന്നാൽ ആംഗ്ലിക്കൻ ബിഷപ്പിന്റെ തിട്ടൂരത്തിന് ഇന്ത്യയിൽ നിയമസാധ്യത ഉണ്ടായിരുന്നില്ല. ഇന്ത്യക്കാരെ മതപരിവർത്തനത്തിലൂടെ ക്രൈസ്തവരാക്കുന്നതിന് നിയമനിർമ്മാണം വേണമെന്ന് ഇവാഞ്ചലിക്കൽ അസോസിയേഷനുകൾ നിരന്തരം ആവശ്യപ്പെട്ടു. അതിന്റെ ഫലമായി 1813 നിയമനിർമ്മാണത്തിലൂടെ മതപരിവർത്തനം നടത്താൻ മിഷണറിമാർക്ക് അധികാരവും നൽകി. ക്രിസ്തുമതമായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചങ്ക്. അതോടെ എല്ലാ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർക്കും ഇഷ്ടാനുസരണം എന്ത് ചെയ്യും മതപരിവർത്തനം നടത്താൻ അനുവാദവും ലഭിച്ചു. അക്കാലത്ത് ഗാന്ധി അതിനെ എതിർത്തത് എന്നും ഓർക്കണം. എന്തുകൊണ്ടാണ് ഗാന്ധി മതപരിവർത്തനത്തെ എതിർത്തത്? മതപരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ മതങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് തന്റെ മതം മാത്രമാണ് ശ്രേഷ്ഠമെന്നും ബാക്കി മതങ്ങൾ നികൃഷ്ടങ്ങളാണെന്നും വാദിക്കുന്നു. നികൃഷ്ടമായ നിങ്ങളുടെ മതം ഉപേക്ഷിച്ച് ഉത്കൃഷ്ടമായ എന്റെ മതം സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഈ ആവശ്യത്തിന് വഴങ്ങാതെയാകുമ്പോൾ ഭീഷണിയും പ്രലോഭനവും നടത്തുന്നു. ഒരു കൈയിൽ വേദഗ്രന്ഥവും മറുകൈയിൽ ആയുധവുമായി വന്ന് മതപരിവർത്തനം നടത്തിയ പ്രവാചക മതങ്ങൾ എല്ലാം ഇതാണ് ചെയ്തത്. ഈ നിലപാട് ഗാന്ധിജിക്ക് സ്വീകാര്യമായിരുന്നില്ല. അദ്ദേഹം സർവമത സമഭാവനയിലാണ് വിശ്വസിച്ചിരുന്നത്. അതുപ്രകാരം മനുഷ്യ നന്മയും ലോക നന്മയും പ്രദാനം ചെയ്യാൻ എല്ലാ മതങ്ങൾക്കും കഴിയുമെന്നും അതുകൊണ്ട് ഒരു മതവും മറ്റൊരു മതത്തെക്കാൾ മേലെയോ താഴെയല്ലെന്നും ഗാന്ധി വിശ്വസിച്ചു. അതുകൊണ്ട് ഉത്കൃഷ്ട മതത്തെ തേടി ഒരാൾക്കും മറ്റൊരു മതത്തെ സ്വീകരിക്കേണ്ടതില്ല. ആയതിനാൽ മതപരിവർത്തനം മതസാരം ഗ്രഹിക്കാത്തവർ മനുഷ്യനും ദൈവത്തിനുമെതിരെ നടത്തുന്ന കുറ്റകൃത്യമാണെന്നും ഗാന്ധി നിരീക്ഷിച്ചു. സർവമത സമത്വവാദമാണ് സെക്യുലറിസം കൊണ്ട് നമ്മളുടെ കോടതിയും അർത്ഥമാക്കുന്നത്. സർവമത സമത്വം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു മതത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റം അർത്ഥശൂന്യമായ വിഡ്ഢിത്തമാണ്. കാരണം ഒരുവൻ മാറുന്ന മതവും ചെന്നു ചേരുന്ന മതവും തമ്മിൽ വ്യത്യാസമില്ലെങ്കിൽ പിന്നെ മതം മാറ്റത്തിന് എന്ത് അർത്ഥമാണുള്ളത്? മതം മാറ്റം അർത്ഥവത്താണെങ്കിൽ മതങ്ങൾ തമ്മിൽ മേൽത്തര കീഴ്ത്തര വ്യത്യാസം ഉണ്ടാകണം. മതങ്ങൾക്ക് തമ്മിൽ മേൽത്തരം കീഴ്ത്തര വ്യത്യാസമുണ്ട് എന്ന് സമ്മതിച്ചാൽ സർവമത സമത്വവാദം നിരർത്ഥകമാകും. അതായത് സർവമത സമത്വവാദവും മതപരിവർത്തന അവകാശവും പരസ്പര വിരുദ്ധമാണ് എന്ന് സാരം. ഇക്കാര്യം നിശ്ചയമുണ്ടായിരുന്നത് കൊണ്ടാണ് പല മതസാരവും ഏകമെന്ന് ഗുരുദേവൻ പറഞ്ഞത്. ഇവിടെ ഏകം എന്ന വാക്കിന് കേവലം എന്നാണ് അർത്ഥം. മതങ്ങളുടെ സാരം കേവല സ്വഭാവത്തിലുള്ളതായതുകൊണ്ട് അറിയുന്നവർ അതിനെ പലതായി അറിയുകയും പറയുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഗുരുദേവൻ ഒരു മതം എന്ന് പറഞ്ഞാൽ ഏതൊരു മതവും എന്നാണ് അർത്ഥം. ഏതു മതവും മനുഷ്യനും ലോകത്തിന് നന്മ പ്രദാനം ചെയ്യുന്നത് കൊണ്ട് ഏതു മതവും നല്ലതാണെന്നും സാരം. അതുകൊണ്ടാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറയുന്നത്. എല്ലാ മതവും നന്മയിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് കൊണ്ട് തന്നെ മതപരിവർത്തനത്തെ ഗുരുദേവനും ശക്തിയുക്തം എതിർത്തു. ഇന്ന് മതപരിവർത്തനത്തിന് വേണ്ടി വാദിക്കുന്നവരും കലഹിക്കുന്നവരും ഇക്കാര്യം ഓർക്കാറില്ല എന്ന് മാത്രം. മതഭേദത്തെ അംഗീകരിച്ചാൽ മതകലഹം സ്വാഭാവികമാണ്. കാരണം തന്റെ മതം മാത്രമാണ് നല്ലത്, ബാക്കി മതങ്ങളെല്ലാം തീയത് എന്ന് പറയാൻ ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് മറക്കരുത്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ കലഹവും കത്തിക്കുത്തുമായിരിക്കും ഫലം. അതുകൊണ്ട് തന്നെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി.